ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. ഒരു ഫോറൻസിക് അക്കൗണ്ടിങ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ ഐഡിയാസും വെച്ചിട്ട് എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത്, അതൊരു നിയമപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, ലോഫുൾ ഇഷ്യൂസ് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തു എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ട് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് അപ്രൈസൽസ് ഓഫ് മിസ്ഫോർച്യൂൺസ്, ഹാംസ് ആൻഡ് റിസോഴ്സസ് വുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് എ പ്രോസിക്യൂഷൻ ബേക്കിംഗ് ടു ലോയേഴ്സ് ആൻഡ് ലോ റിക്വയർമെൻറ്റ് സ്റ്റാഫ്സ്. ഇവരൊക്കെ വെച്ചിട്ട് കൊണ്ടാണ് ഇത്തരം രീതിയിലാണ് റിസൾട്ട് ഓഫ് എക്സാമിനേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഫോറൻസിക് അക്കൗണ്ടിങ് ഓഫേഴ്സ് വിഷ്വൽ ഹെൽപ്പ് ഫോർ ലെജിറ്റിമേറ്റ് കേസസ് ഇൻ എ സെവറൽ റീജിയൻസ് ഓഫ് ദി ലോ. അതായത് നിയമാനുസൃതമായിട്ട് വല്ല പ്രോബ്ലംസും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്, അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിൻ്റെ ഒരു വിഷ്വൽ ഹെൽപ്പ് നൽകാൻ കൂടി ഫോറൻസിക് അക്കൗണ്ടിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസാണ് പറയുന്നത്: സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കൺട്രോൾസ്, വാല്യൂ ഓൾട്ടറിംഗ് പ്ലാൻസ്, ഐറ്റം റിസ്ക് ആൻഡ് ബ്രേക്ക് ഓഫ് എഗ്രിമെൻറ്റ്. ഇനി പറയാൻ പോകുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ്, അതായത് ഫോറൻസിക് ഓഡിറ്റിംഗ് ഓർ ഫിനാൻഷ്യൽ ഫോറൻസിക്. ഇവരൊക്കെ കോടതിയുടെ മുമ്പിൽ, അതായത് ഒരു സ്യൂട്ട് കൊടുക്കുമ്പോഴോ അതുപോലെ തന്നെ വല്ല ജെനുവിനായിട്ടുള്ള വല്ല പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് ഇതിനൊക്കെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു നോളേജുള്ള, അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ ഒരു സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് നടത്തിയ ആൾക്കാരായിരിക്കും ഫോറൻസിക് അക്കൗണ്ടേഴ്സും അതേപോലെ തന്നെ ഫോറൻസിക് ഓഡിറ്റിംഗ് ഇവരൊക്കെ. അടുത്തതായിട്ട് ഈ ഫോറൻസിക് അക്കൗണ്ട്സിനെ എംപ്ലോയിഡ്, അതായത് നിയമിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ സംശയാസ്പദമായിട്ടുള്ള വല്ല പ്രോബ്ലംസോ ഫോൾസ് മൂവ്മെൻറ്റിലാണ് ആ ഓർഗനൈസേഷൻ പോകുന്നത് എങ്കിൽ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫോറൻസിക് അക്കൗണ്ടൻസിനെ എംപ്ലോയ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഡെസിറ്റ്ഫുൾ എക്സസൈസസോ അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ ആണ് അക്കൗണ്ടിങ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സെവറൽ ഫോറൻസിക് അക്കൗണ്ട്സ് വർക്ക് ഇൻറ്റിമേറ്റ്ലി വിത്ത് ദി ലോ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫാക്കൽറ്റി ആൻഡ് ലീഗൽ കൗൺസിലേഴ്സ്. അതായത് ഒരുപാട് ഫോറൻസിക് അക്കൗണ്ടന്റ്മാർ ലീഗൽ കൗൺസിലേഴ്സിൻ്റെ കൂടെയും അതേപോലെ തന്നെ ലോ റിക്വയർമെൻറ്റ് ഫാക്കൽറ്റീസിൻ്റെയും കൂടെയും നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ എക്സാമിൻ ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യും, ഈ ഫോറൻസിക് അക്കൗണ്ട് ലോഫുൾ റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ അവരൊരു മാസ്റ്റേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രൊയാക്റ്റീവ് അപ്രോച്ച് ടു അക്കൗണ്ടൻസിയാണ്. ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ ഡിവാസ്റ്റിംഗ് ലോസസ് അതേപോലെ തന്നെ ഡെയർ ലീഗൽ കോൺസിക്വൻസും സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. ഈ ഫോറൻസിക് അക്കൗണ്ടിങ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് റെക്കോർഡ്സ് ഇൻ എ കോംപ്രഹെൻസീവ് ഡീറ്റെയിൽ, സെർച്ചിങ് ഫോർ എനി എവിഡൻസ് വാട്ട്സ് ഓവർ ഓഫ് ഫ്രോഡ്ലൻറ്റ് ഓർ അൺയൂഷ്വൽ ആക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഫ്രോഡ്ലൻറ്റ് ആക്ടിവിറ്റീസും അൺയൂഷ്വൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എവിഡൻസും കളക്ട് ചെയ്യുക കൂടി, അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറൻസിക് അക്കൗണ്ടൻസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതൊരു കോർട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക, ആ കോർട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട എവിഡൻസ് എന്തൊക്കെയാണ്, ഇതിനൊക്കെ കുറിച്ചിട്ടും നല്ലൊരു ക്ലിയർ നോളേജും കൂടി ഉണ്ടായിരിക്കുന്ന വ്യക്തികളായിരിക്കും ഫോറൻസിക് അക്കൗണ്ടേഴ്സ്. ഇതൊക്കെ പാടെ കളക്ട് ചെയ്തിട്ട് അവർ കോർട്ടിൻ്റെ മുമ്പിൽ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഫോറൻസിക് അക്കൗണ്ട്സിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. അതിൽ 5 പോയിൻ്റാണ് പറയുന്നത്: മിനിമൈസ്ഡ് ലോസസ്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, റെഡ്യൂസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ, അവോയ്ഡൻസ് ഓഫ് ലീഗൽ പ്രോബ്ലംസ്, ഇംപ്രൂവ്ഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആൻഡ് അതോറിറ്റി. ഫസ്റ്റ് ആയിട്ടുള്ള മിനിമൈസ്ഡ് ലോസസിൽ പറയുന്നത് ദി മെയിൻ ബെനിഫിറ്റ് ഓഫ് എ സ്ട്രോങ് ഫോറൻസിക് അക്കൗണ്ടിങ് ഈസ് ദ വേ ഇൻ വിച്ച് ഇറ്റ് ക്യാൻ ഹെൽപ്പ് മിനിമൈസ് ആൻഡ് പ്രിവെൻറ്റ് അൺനെസസറി ലോസ്. ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് ഒരു സ്ട്രോങ്
ഫോറൻസിക് അക്കൗണ്ടിങ് ആണ് ഉള്ളത് എങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മിനിമൈസിങ് അവരുടെ ലോസസും അതായത് പ്രിവെൻ്റ് ആയിട്ടുള്ള അൺനെസസറി ലോസസും എല്ലാം കൂടി മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ഫസ്റ്റ് വൺ പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. ഫോറൻസിക് അക്കൗണ്ടൻസ് പ്ലേ എ കീ റോൾ in examining and investigating current financial process and standard, which can help in the identification of more effective and efficient solutions. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കറണ്ട് ആയിട്ടുള്ള അവരുടെ ഫിനാൻഷ്യൽ പ്രോസസ്സും സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ പ്രോസസ്സും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നും കൂടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസിലാണ് പ്രോബ്ലംസ് ഉള്ളത്, ആ ഏരിയാസിൽ ഏതൊക്കെ തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടത്തുക എന്നതൊക്കെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് കിട്ടിയിട്ട് ആ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് റെഡ്യൂസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ റിസ്ക്. ബൈ പ്രൊയാക്റ്റീവ്ലി പാച്ചിങ് ആൻഡ് ക്ലിയർ ഗ്യാപ്സ് ഇൻ എ കറൻറ്റ് ഫിനാൻഷ്യൽ ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ്, ദി ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ക്യാൻ എൻഷുർ that risk of future exploitation is significantly reduced. It is a case of protecting the best interest of the business before fraudulent activity can take place. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അവരുടെ ബിസിനസ് ഏത് രീതിയിലാണ് പോകുന്നതും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന എക്സ്പ്ലോയിറ്റേഷൻ റിസ്ക്, അവിടെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫ്യൂച്ചർ എക്സ്പ്ലോയിറ്റേഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് ഭാവിയിൽ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഭാവിയിൽ എന്തൊക്കെ ഫ്യൂച്ചർ എക്സ്പ്ലോയിറ്റേഷൻസ് ആണ് നടക്കാൻ പോകുന്നത് അത് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്പറേഷനിൽ സ്റ്റാൻഡേർഡ് ചെയ്തിട്ട് അതിന് മുൻകൂട്ടിയുള്ള പ്ലാൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് റിസ്ക് കുറക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ പോയിൻ്റാണ് അവോയ്ഡൻസ് ഓഫ് ലീഗൽ പ്രോബ്ലംസ്. ഡീലിംഗ് വിത്ത് ഇൻസ്റ്റൻസ് ഓഫ് എ ഫ്രോഡ്, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ക്യാൻ ബി fabulously disruptive and costly for the business. In an ideal situation, forensic accountancy can be used to avoid such a scenario from ever occurring by both preventing fraudulent activity and nipping any problems detected in the bud. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു റിസ്ക് ഏറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാക്കി വെക്കും, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അക്കൗണ്ടിങ്ങിൽ ചേർത്ത് വെക്കും. അത് പിന്നീട് നിയമപരമായ പ്രശ്നങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ നിലവിലുള്ള സാഹചര്യം തടയുന്നതിന് വേണ്ടിയിട്ട് എന്താണോ അപ്പോൾ സാഹചര്യം അതിനനുസരിച്ച ആക്ഷൻസ് എടുത്തുകൊണ്ട് ഈ ഫോറൻസിക് അക്കൗണ്ടിങ് ഒഴിവാക്കുക. അതായത് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനാണ് ഫോറൻസിക് അക്കൗണ്ടിങ്. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കുകയാണ്. അടുത്ത് പറഞ്ഞതാണ് ഇംപ്രൂവ്ഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആൻഡ് അതോറിറ്റി. അതായത് ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ അതുപോലെ തന്നെ അതിൻ്റെ അതോറിറ്റി അതിലൊക്കെ മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ട് ഒരു ബ്രാൻഡാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് റിസ്ക് ഉള്ള കാര്യമാണ്. അത്തരത്തിൽ ഒരു മാനിപ്പുലേഷൻസ് നമ്മുടെ ബ്രാൻഡിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ റിപ്പേഴ്സ് നടത്തുക എന്ന് പറയുന്നതും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരം ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ബ്രാൻഡിലോ റെപ്യൂട്ടേഷനിലോ നടത്താതെ തന്നെ ഒരു ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഫോറൻസിക് അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ പറഞ്ഞത് മിനിമൈസ്ഡ് ലോസസ്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, റെഡ്യൂസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ, അവോയ്ഡ് ലീഗൽ പ്രോബ്ലംസ്, ഇംപ്രൂവ്ഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻസ് ആൻഡ് അതോറിറ്റി. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഫോറൻസിക് അക്കൗണ്ടിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റുമാണ്. ഓക്കെ, താങ്ക് യു ഓൾ.